നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ റോഡുകൾ, അതായത് ഇപ്പോൾ മഴ ശക്തമായതിനെ തുടർന്ന് നമ്മുടെ ദേശീയ പാതകളിലും സംസ്ഥാന പാതകളിലൊക്കെ തന്നെ വലിയ അപകടകരമായ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ഈ കുഴികളിൽ വീണ് അപകടമുണ്ടാവുന്നത്, ആളുകൾ മരിക്കുന്നതൊക്കെ വലിയ വാർത്തയായി മാറാറുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധം ഇതേ തുടർന്ന് പിന്നീട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഈ കുഴി അടയ്ക്കുന്നതിൽ നമ്മുടെ PWDയോ അല്ലെങ്കിൽ കരാറുകാരനോ ഒന്നും തന്നെ വലിയ ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നത് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പരാതി. മാത്രമല്ല, ഇത്തരം കുഴികളിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത്, മരണങ്ങൾ സംഭവിക്കുന്നത് പലപ്പോഴും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ്. പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ, അതല്ലെങ്കിൽ ബൈക്കല്ലെങ്കിൽ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ അമ്മമാര്, സഹോദരിമാരൊക്കെയാണ് ഇത്തരത്തിൽ കുഴികൾ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. പ്രധാനമായും ഈ കുഴികളിൽ വീഴുകയും ഇവരുടെ വാഹനത്തിന്റെ കൺട്രോൾ അവർക്ക് നഷ്ടപ്പെടുകയും പിന്നീട് മറ്റ് വാഹനങ്ങൾക്കടിയിലേക്ക് പോയി വീണ വാഹനം ദേഹത്തൂടെ കയറി ഇറങ്ങി മരിക്കുന്ന ദാരുണമായ സംഭവങ്ങൾ ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് മുന്നിലുണ്ട്. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ് എന്നാണ് ഓർക്കേണ്ടത്. ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും ഓരോ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇല്ലാതാവുന്നത് എന്ന് ഈ PWD വകുപ്പും മറ്റ് കരാറുകാരൊക്കെ ആലോചിച്ചാൽ മതിയാവും. അതേ രീതിയിലാണ് ഇന്ന് പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ 2ാം ക്ലാസ്സുകാരിയായ നഫീസത്ത് മിസ്രിയ എന്ന പിഞ്ചു മോള് ഇത്തരത്തിൽ ഒരു ദാരുണമായ അപകടത്തിൽ ആ ഒരു പിഞ്ചുമോളുടെ ജീവൻ നഷ്ടമായ വാർത്ത വളരെ ദുഃഖകരമായ വാർത്തയാണ്. ആ രീതിയിൽ തന്നെയാണ് ആ വാർത്ത കാണാനും ആ ദൃശ്യങ്ങൾ കാണാനും ആ വാർത്ത വായിക്കാനും സാധിക്കുകയുള്ളൂ എന്നതാണ് വസ്തുത. രാവിലെ പിതാവിനൊപ്പം ഇത്തരത്തിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന മകൾ ഒരു കുഴി വെട്ടിക്കുന്നതിന് ഇടയിൽ ഒരു ഓട്ടോയിൽ തട്ടുകയും പിന്നീട് ഈ വാഹനം മറിഞ്ഞ് റോഡിലേക്ക് വീഴുകയും പിന്നാലെ വന്ന ഒരു ബസ് ഈ കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുന്ന ദാരുണമായൊരു സംഭവം തന്നെയാണ് ഉണ്ടായത്. നമ്മുടെ റോഡുകളിലെ കുഴികൾ ഇത്തരത്തിൽ നമ്മുടെ പൊന്നോമനകളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ യുവാക്കളുടെ അല്ലെങ്കിൽ വയോവൃദ്ധരുടെ നമ്മുടെയൊക്കെ ജീവൻ എങ്ങനെയൊക്കെ അപഹരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വേദന നിറഞ്ഞൊരു ഉദാഹരണം തന്നെയാണ് ഈ മകളുടെ മരണം. ഇത്തരത്തിൽ ഇനിയും എത്ര പേർ അങ്ങനെ മരിക്കേണ്ടി വരും? നമ്മുടെ അധികാരികൾ കണ്ണു തുറക്കാനെന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത്. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഫ്ലക്സൊക്കെ അടിച്ച് റീൽസൊക്കെ ഇട്ടുകൊണ്ട് നാട്ടിൽ വലിയ റോഡുകൾ, വലിയ സൗകര്യമുള്ള റോഡുകൾ, പൊട്ടിപ്പൊളിയാത്ത റോഡുകളാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള റോഡുകളിലെ കുഴികൾ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നത് എന്തുകൊണ്ട് മന്ത്രി കാണുന്നില്ലെന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്.